ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ ആനന്ദു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെന്റൽ എബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും ബുക്കിലൊക്കെ ഉള്ള അതേപോലെ നമ്മൾ ഗ്രൂപ്പിലിടുന്ന ഫ്രീ ഗ്രൂപ്പിലിടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. കുറച്ചും കൂടെ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കിന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് വരുന്ന എവിടുന്ന? ഓഡ് മാൻ ഔട്ട്. ഓഡ് മാൻ ഔട്ടിൽ നിന്നാണ് ഫസ്റ്റ് പാർട്ട്. എന്താ വ്യത്യാസം, എന്തൊക്കെ പ്രത്യേകതകളുള്ളത്? ഓഡ് മാൻ ഔട്ടിൽ 3 പേര് ഒരേപോലെ ഇരിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഒരേപോലെ എന്നല്ല, ഒരു കണക്ഷൻ ഉണ്ട്, സെയിം കണക്ഷൻ ഉണ്ട്. അപ്പൊ നോക്കിക്കേ, എന്തായിരിക്കും ഇവിടുത്തെ ആ കണക്ഷൻ? ഇവിടെ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് സർക്കിൾ ഉണ്ട്. സർക്കിൾ എല്ലായിടത്തും കോമൺ ആണ്. അതേപോലെ ഇവിടെ ഒരു ലൈൻ, ഇവിടെ 1 2 3, ഇവിടെ 3 ലൈൻ ഉണ്ട്. അതിനുള്ളിൽ 3 ലൈൻ. ഇവിടെ ആണെങ്കിലോ 2 ലൈൻസ് ആണുള്ളത്. ഇവിടെ 1 2 3, ഇവിടെ 3 ലൈൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 1 2 3 ലൈൻ ഉണ്ട്. കണ്ടോ, 3 ലൈൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതായിരിക്കും ഓഡ് മാൻ ഔട്ട് ആയിട്ട് വരിക? 2 ലൈൻ ഉള്ളയാള് ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ഓഡ് മാൻ ഔട്ട് ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം. സർക്കിൾസും ലൈൻസും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് 3 ലൈൻ, ഇവിടെയും 3 ലൈൻ ഉണ്ടാവും. ഈ ഒരെണ്ണം മാത്രം എന്താ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരും. കേർവ്ഡ് ലൈൻ തരുവാണെങ്കിൽ എന്ത് വരും? ഓപ്ഷൻ സി ആയിരിക്കും. കേർവ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ, ഈ ഒരെണ്ണം ഇങ്ങനെ ചെരിഞ്ഞ് വരുവാണെങ്കിൽ, സോ നമുക്ക് എന്ത് പറയാം? ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ആണ്, ഒരെണ്ണം മാത്രം കേർവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് ഓഡ് മാൻ ഔട്ടിലെ തന്നെയാ. ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ആദ്യം നോക്കുക, എന്താ 3 ട്രയാങ്കിൾസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്താ വെച്ചിരിക്കുന്നതെന്ന് ആദ്യമേ ചിന്തിക്കും അല്ലേ. അപ്പൊ ഏതായിരിക്കും വരിക നോക്കിയേ. ഇവിടെ 1 3 5 2 3 4 1 2 6 2 4 4 ട്രയാങ്കിൾസ് എല്ലാം സെയിം ഇങ്ങനെ തന്നെയാണല്ലേ. എങ്ങനെയാ വന്നിരിക്കുന്നത്? ഇങ്ങനെയാണ് നിലവിൽ ട്രയാങ്കിൾസ് എല്ലാം ഉള്ളത്. ഇവരുടെ നമ്പേഴ്സ് നോക്കിക്കേ. ഇതിനുള്ളിൽ നമ്പേഴ്സ് ഇവിടെ ഏതെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? 1 3 5 ആണ്, 2 പ്രാവശ്യം വരുന്നില്ല. ഇവിടെ 2 3 4 ആണുള്ളത്. ഇവിടെ 1 2 6 ആണുള്ളത്. ഇവിടെ വരുമ്പോഴോ 2 4 4. ഇവിടെ 4 2 പ്രാവശ്യം, സെയിം ഡിജിറ്റ്സ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതിനെ ഓഡ് മാൻ ഔട്ട് ആയിട്ട് എടുക്കാൻ പറ്റും? ട്രയാങ്കിളിനെ വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് ഒരേപോലെ ഈ ഒരു മോഡലിൽ തന്നെയാണ് വരുന്നത്. ഇനി നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 4 4 എന്നുള്ള ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഓഡ് മാൻ ഔട്ട് ആയിട്ട് വരിക കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നോക്കണം. ഇതൊന്ന് ചെരിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ആദ്യമേ അതിനകത്തേക്ക് പോയി മാർക്ക് ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓഡ് മാൻ ഔട്ടിലായാലും ഏതൊരു നമ്മുടെ മെന്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതിനകത്ത് ഒരുപാട് എലമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എലമെന്റ്സിനും കൂടെയും കുറച്ച് പ്രാധാന്യം കൊടുക്കണം. അതിനുള്ളിലെ ആൾക്കാർ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. ചിലപ്പോൾ നോക്കിക്കേ, ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിനുള്ളിൽ 2, അടുത്ത ട്രയാങ്കിളിനുള്ളിൽ 4 6 7 എന്ന് തരും. അപ്പൊ നമ്മളിവിടെ ആരെ എടുക്കണം? 2 4 6 ആ സീരീസിൽ പോകുന്നു. 7 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ഉള്ളിലുള്ള ആൾക്കാരെ തന്നിട്ടുണ്ട് എങ്കിൽ അവരെയും കൂടെയും പരിഗണിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഫിഗർ മാച്ചിങ്ങിലെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്ക് തന്നിരിക്കുന്നത് എവിടെയാണോ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ എവിടെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആദ്യമേ തന്നെ ഒരെണ്ണത്തിനെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെയാണ് ആ സർക്കിൾ ഷെയ്ഡഡ് ആയിട്ട് വരുന്നത്. എവിടെ? നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റിൽ ഡൗണിൽ സർക്കിൾ വരണം. ഇതാണ് ലെഫ്റ്റ്, ഡൗണിൽ സർക്കിൾ അല്ല. സോ നമുക്ക് ഈ ഓപ്ഷൻ വരത്തില്ല. ഇവിടെയും സർക്കിൾ അല്ല, ഇവിടെ സർക്കിൾ ഉണ്ട്, ഇവിടെ സർക്കിൾ ഇല്ല. സോ നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ സി. എന്നിട്ട് ആ ഓപ്ഷൻ സി നമ്മൾ OMR ബബിൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക. സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, പെന്റഗൺ ഉണ്ട്, ആ ഒരു ഫ്ലവർ ഷേപ്പും ഉണ്ട്. അപ്പോൾ അത് അതിനകത്ത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഫിഗർ ഇതിനകത്ത് ഏതാണെന്നാ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നോക്കിക്കേ, നമുക്കുള്ള ഫിഗർ എല്ലാവരും നോക്കിയേ. ഇത് കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്നു നമ്മൾ വിചാരിക്കും അല്ലേ. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും. നോക്കിയേ, ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. അല്ലാതെ നമുക്ക് ലൈൻസിനെ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഉള്ളിൽ ഒരു ലൈൻ ഉണ്ടല്ലേ. അപ്പൊ ഉള്ളിൽ ലൈൻസ് ഉള്ളവരെ വേണം നമുക്ക് എടുക്കാൻ. അപ്പൊ ഇവിടെ ഉള്ളിൽ ലൈൻ ഇല്ല. സോ ഓപ്ഷൻ എ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓപ്ഷൻ ബിയിലുണ്ട്. ഓപ്ഷൻ സിയിൽ ഒരു ലൈൻ അല്ല, 2 ലൈൻ ഉണ്ട്. നമുക്ക് 2 ലൈൻ്റെ ആവശ്യമില്ല. സോ ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്തു. പിന്നെ ഉള്ളത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിയും ഡിയും മാത്രമേ നമുക്കുള്ളൂ. ഇനി ബിയും ഡിയും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. എന്താ? നമുക്ക് ഈ 2 സൈഡിലും എന്തുണ്ട്? ലൈൻസ് ഉണ്ട്. ടോപ്പിലും
ബോട്ടം സൈഡിലും അപ്പർ പാർട്ടിലും ലോവർ പാർട്ടിലും എന്തുണ്ട്, മുകളിലും താഴെ എന്തുണ്ട്, ലൈൻസ് ഉണ്ട്. ബി ഓപ്ഷനിൽ മുകളിൽ മാത്രമേ ഉള്ളൂ, താഴെ ഇല്ല. അപ്പൊ നമുക്ക് ബി എടുക്കാൻ പറ്റുമോ? ഇല്ല, ബി നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കേ, ഡി ഓപ്ഷൻ നോക്കിക്കേ, മുകളിലുണ്ട്, താഴെയുണ്ട്, സെന്ററിൽ ലൈൻ ഉണ്ട്, ബാക്കിയെല്ലാം ഈ ക്വസ്റ്റ്യൻ ഫിഗർ പോലെ തന്നെയല്ലേ തന്നിട്ടുള്ളത്. സോ ഏത് ആൻസർ വരും? ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഫിഗർ മാച്ചിങ് ഒക്കെ എളുപ്പമാണ്, ആരും തെറ്റിക്കരുത്, ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, നിങ്ങൾക്കൊരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിലെ പേപ്പർ ആണ്. അതിനെ എന്ത് ചെയ്തേക്കുക, അതേ മുകളിൽ നിന്ന് താഴത്തോട്ട് മടക്കിയേക്കുക. ഇത് മൊത്തം ഡോട്ടഡ് ലൈൻസ് ആണ്. ഞാനത് ബ്ലാക്ക് കളറിൽ വരയ്ക്കണമെന്നേ ഉള്ളേ. മൊത്തം ഡോട്ടഡ് ലൈൻസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ താഴെ മടക്കി വെച്ചിരുന്നതിനേയും കൂടെയും ലെഫ്റ്റിലേക്ക് മടക്കിയിട്ട് എന്ത് ചെയ്തു, അവിടെ എത്ര ഹോൾസ് കൊടുത്തു? 1 2 3 4 5 5 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് വരിക എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് ഇതേപോലെ ഒരു എന്താ പറയാ സ്ക്വയർ ഷേപ്പ് ഒക്കെയാണ് നമുക്ക് പടത്തിലുള്ളതെങ്കിൽ, ഒരു സ്ക്വയർ ഷേപ്പ് ആണ് നമ്മുടെ പടത്തിലുള്ളതെങ്കിൽ ഉടനെ തന്നെ എന്താക്കുക, ഇതിനെ 4 ഡിവൈഡ് ചെയ്യുക. മടക്കി ഒരു ചെറുതായിട്ടല്ലേ വെച്ചേക്കുന്നേ. അപ്പൊ ഇതിനെ എന്ത് ചെയ്യുക, 4 ഡിവൈഡ് ചെയ്യുക, പ്ലസ് വരയ്ക്കുക. ഒന്നെങ്കിൽ ഇവിടെ ആൻസേഴ്സിൽ എല്ലാത്തിലും വേണം പ്ലസ് വരയ്ക്കാൻ കേട്ടോ. ആൻസേഴ്സിൽ വേണം പ്ലസ് വരയ്ക്കാൻ. ദേ ഇങ്ങനെ നമുക്കൊരു പ്ലസ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ക്രോസ് വരച്ചു, ഇവിടെയും വരച്ചു, ഇവിടെയും വരച്ചു. കണ്ടോ? ആൻസർ എന്താ, സ്ക്വയർ പോലെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താണ് ഇത് മടക്കി സ്ക്വയർ പോലെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആൻസേഴ്സിനെല്ലാം ഒരു സ്ക്വയേഴ്സ് ആക്കുക, മീൻസ് നടുക്കൊരു പ്ലസ് കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി അതിൽ ഒരു സ്ക്വയർ മാത്രം എടുക്കുക. നമുക്കിത് എവിടെയാണ് തന്നിട്ടുള്ളത്? ഇവിടെയാണ് നമുക്ക് സ്ക്വയർ തന്നിട്ടുള്ളത്. അപ്പം ലെഫ്റ്റിൽ താഴെയുള്ള ആളെ നോക്കുക. താഴെയുള്ളതിൽ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സെയിം ഫിഗർ എവിടെയാന്ന് നോക്കുക. ലെഫ്റ്റിൽ താഴെ നമുക്ക് കിട്ടിയിരിക്കുന്ന സെയിം ഫിഗർ എവിടെയാന്ന് നോക്കുക. എവിടെയാ? ഇവിടെയുള്ള ഈ 5 ഹോൾസ് ഉള്ള ഫിഗർ നമുക്ക് എവിടെയാ കിട്ടിയിട്ടുള്ളത്? ഓപ്ഷൻ എയിൽ അല്ലെ? ഓപ്ഷൻ എയിലാണ് 5 എണ്ണം ഉള്ളത്. സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഞാൻ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിയാൽ ആദ്യമേ തന്നെ, ഇത് ട്രയാങ്കിളിലാണെങ്കിൽ ട്രയാങ്കിളിന്റെ എന്താ പറയാ ഡയഗണൽ പോലെ നമ്മൾ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കണം ട്രയാങ്കിളിന്റെ ആണെങ്കിൽ. ഇത് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ പോലെ വരയ്ക്കണം. ദേ ഇതിനെ നമുക്ക് ഇങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഇതിനെ ഇപ്പുറത്തേക്ക് വെക്കുന്നു, ഇതിനെ പിന്നെയും എടുത്ത് മുകളിലേക്ക് വെക്കണം അല്ലേ. അപ്പൊ നോക്കിക്കേ, എല്ലാത്തിലും എന്ത് ചെയ്യണം, നമ്മൾ സ്ക്വയർ വരയ്ക്കണം. എല്ലാത്തിലും ഒന്നും കൂടെ സ്ക്വയർ വരയ്ക്കണം കേട്ടോ. ഈ രീതിയിൽ വേണം ചെയ്യാൻ. സ്ക്വയർ വരച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. എന്താ നോക്കണ്ടേ? ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ, ഈ സെയിം ഫിഗർ എവിടെയാണോ, ഈ സെയിം ഫിഗർ ഇതിനകത്ത് ഈ 4 എണ്ണത്തിൽ എവിടെയാ വരണേ? ഇവിടെ 3 എണ്ണേ ഉള്ളൂ. ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം, ഇവിടെ 5 എണ്ണം. നമുക്ക് 5 എണ്ണം വരണ്ടേ? സോ ഏത് വരും? ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ 2024 ബാച്ചിലർ സ്റ്റുഡൻസ് ആണ് ഇവര്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലേ, അടുത്ത പ്രാവശ്യം നവോദയ പഠിക്കണം, നല്ല രീതിയിൽ അവിടെ എന്താ സ്പോർട്സിനൊക്കെ പങ്കെടുക്കണം, ഓരോ മീറ്റിനും അതിനും ഇതിനെല്ലാം പോകണമെന്ന് ആഗ്രഹിച്ച് പഠിക്കണം, നല്ല എന്താ പറയുക എല്ലാ സബ്ജക്റ്റിനും ടോപ്പായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ എല്ലാവരും. അവിടെ പോയി എന്തൊക്കെ സ്പോർട്സ് ഐറ്റംസിന് എന്തിനൊക്കെ പങ്കെടുക്കാം, അപ്പൊ അതെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയുള്ളവരാണ് നവോദയ എക്സാം എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവിടെ ഇപ്പൊ കയറിയതുപോലെ കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാവരും ഇതേപോലെ CC+ന്റെ കുട്ടികളാണ് എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് പോസ്റ്റർ വെക്കാനായിട്ടുള്ളത് ഭാഗ്യം വരണം. അതേപോലെ എന്താ ചെയ്യണ്ടേ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങളുടെ പേരൻസിനും ആഗ്രഹം ഉണ്ടാവും, എൻ്റെ മക്കൾ ഇതേപോലെ വരണം, എല്ലാവരും കാണുമ്പോൾ അതെ ഇത് എൻ്റെ മോളാണ് അല്ലെങ്കിൽ ഇത് എൻ്റെ മോനാണെന്ന് പറയണമെന്ന് ആർക്കൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പേരൻസിനും ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഇങ്ങനെ എൻ്റെ പോസ്റ്റർ വെക്കണം. എല്ലാവരും സോഷ്യൽ ഫേസ്ബുക്കിലൊക്കെ കാണുകയാണ്, ആള് നവോദയയിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ പേരൻസിനുള്ളിലൊരു സന്തോഷമുണ്ട്, നിങ്ങൾക്ക് സന്തോഷമുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും, മെന്റൽ എബിലിറ്റി ആയാലും, മാത്സ് ആയാലും, ലാംഗ്വേജ് ആയാലും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതും ഇനി നമുക്ക് ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടൊന്ന് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് എന്ത് ചെയ്യുക, റിവിഷനും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ എക്സാമിന്റെ ആ ഒരു കോൺഫിഡൻസോടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം.
സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു സിലബസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. ഡിസംബറിൽ റിവിഷൻ ചെയ്യാം. ജാനുവരി ആകുമ്പോഴത്തേനും നമുക്ക് കുറേ മോക്ക് എക്സാംസും അസസ്മെന്റ് ഒക്കെ എഴുതി അടിപൊളിയായിട്ട് പഠിച്ച് നല്ല റാങ്കോടെ നവോദയ സ്കൂളിൽ പോകാം കേട്ടോ. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 9496949929 നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവർ കോഴ്സിനെ പറ്റിയും അതേപോലെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും നമ്മുടെ പേപ്പർ ഫോൾഡിങ്ങിൽ തന്നെയാണ്. പേപ്പർ ഫോൾഡിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കേ. ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിനെ ട്രയാങ്കിൾ പോലെ, ഞാൻ പറഞ്ഞില്ലേ ട്രയാങ്കിൾ പോലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, ഡയഗണൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇവിടെ എന്തിരിക്കുക, മുകളിൽ നിന്ന് താഴത്തോട്ട് വന്നിരിക്കുകയാണ്, അതിനെ ഇപ്പുറത്തോട്ട് ഫോൾഡ് ചെയ്ത് കണ്ടത് ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നു, ഇങ്ങോട്ട് മടക്കി അതൊരു ട്രയാങ്കിൾ ആക്കി. അപ്പൊ നിലവിൽ ഇതേ ഇത്രയേ ഒരു ട്രയാങ്കിൾ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇപ്പൊ നിലവിൽ ആ സ്ക്വയർ പേപ്പറിന്, ബാക്കിയെല്ലാം മടക്കി. ഇനി എന്ത് ചെയ്തു, ഇതിനെ ഒന്നും കൂടെ ഇപ്പുറത്തേക്ക് മടക്കി ഇതേ ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ആക്കി മാറ്റി. എന്നിട്ട് അവർ ചെയ്തത് ഇവിടെ ദേ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു കട്ട് കൊടുത്തു, ഇങ്ങനെ അവർ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ ഇതിൽ ഏതായിട്ട് വരും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെയ്തേ എന്താ, നമുക്ക് ഇങ്ങനെ ഒരു ഡയഗണൽ ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാൻ നോക്കി, എല്ലാത്തിലും വരയ്ക്കണം. ഇതിൽ വരച്ചു, രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ വരച്ചു, മൂന്നാമത്തെ ഫിഗറിൽ വരച്ചു, നാലാമത്തെ ഫിഗറിലും വരച്ചു. നോക്കിയേ, ഇവിടെ അടിയിലാണ് നമുക്ക് ആ ട്രയാങ്കിൾ ഇരിക്കുന്നത്. ട്രയാങ്കിളിന്റെ അടിയിൽ ലെഫ്റ്റ് സൈഡിലാണ് ആ ഷെയ്ഡഡ് പോർഷനും ഉള്ളത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, ഞാൻ കളർ ചേഞ്ച് ചെയ്യാം. ദേ ഇവിടെ ആ ട്രയാങ്കിൾ ഉണ്ട്, കണ്ടോ, ഇവിടെ ആ ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ എവിടെയെങ്കിലും ഉള്ളിലെ പോലെ ഷെയ്ഡഡ് പോർഷൻ വന്നിട്ടുണ്ടോ? ഈ ഷെയ്ഡഡ് പോർഷൻ വന്നിട്ടുണ്ടോ? ഇല്ല. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു, നമുക്ക് പറ്റത്തില്ല. ഇനി അടുത്തത് നോക്കിക്കേ, ബി പോർഷനിലായാലോ വരുന്നുണ്ടോ? ദേ ഇവിടെ ആയിട്ട് ഒരു ചെറിയ പോർഷൻ ഉണ്ടല്ലേ, അപ്പൊ നമുക്ക് ബിനെ അങ്ങനെ തന്നെ നിർത്തുക. സിയിൽ വരുന്നില്ല, ഡിയിലും വരുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരാൾ ഇവിടെ വന്നാൽ എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ ഇവിടെയും വരണം അല്ലേ, ഈ ഒരാൾ ഇവിടെയും വരണം. ഈ ഒരാൾ ഇവിടെ ഉണ്ടോ? ഇല്ല. സോ നമുക്ക് ഓപ്ഷൻ ബിയും കട്ട് ചെയ്തു. നോക്കിക്കേ, ഡിയിലേക്ക് നോക്കിക്കേ, ഇത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തപ്പോൾ അത് ഇവിടെ വന്നു. ഇനി ഇത് മൊത്തത്തോടെ ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു സാധനം മൊത്തം നമുക്ക് ഇപ്പറേയും കിട്ടി. അപ്പൊ ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്, ഇവിടെ ഉണ്ട്, എന്താ ഇല്ല, കാരണം ഇല്ലാത്തൊരു സൈഡ് ഏതാ, നമുക്ക് എല്ലാ സൈഡിലും വരണ്ട ഇതേപോലെ. ഇവിടെ എല്ലാരെയും കൂടെ മടക്കിയല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാ സൈഡിലും വരണം. ഇവിടെ വന്നാൽ ഇത് നിവർത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ എടുത്ത് ഇങ്ങനെ ഉണ്ട് നിവർത്തി വെക്കുമ്പോൾ ഈ ഒരു ഷെയ്ഡഡ് ഈ ഒരു സൈഡിലായിട്ട് വരണം. ദേ ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഓപ്ഷൻ ബിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് ഓപ്ഷൻ ബി പറ്റത്തില്ല, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പാറ്റേൺ കംപ്ലീഷൻ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. നോക്കിയേ, സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് വരച്ചു നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ വരയ്ക്കാൻ പറ്റുന്നല്ലേ. എന്താ, ആദ്യമേ ദേ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്, ദേ ഈ ഒരു സർക്കിള് ഇവിടെ വന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഒരു ലൈനോ ഇവിടെ വന്ന് മുട്ടി, ഈ ഒരു ലൈൻ ഇവിടെ വന്ന് മുട്ടി. ഇനി അടുത്തൊരു സർക്കിൾ വരണ്ടേ, ദേ ഇവിടെ നിന്ന് വരുന്ന ഒരു സർക്കിളുണ്ട്, അതിവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇനി എന്താ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ളത്? ഇനി ലൈൻസ് ഉണ്ടല്ലേ. നോക്കി, ഇവിടെ നിന്ന് ഈ ഒരു ലൈൻ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ, അതേപോലെ ഇവിടെ നിന്ന് എങ്ങോട്ട് വരണം, ഈ ഒരു പോർഷനിലേക്ക് വരണം. അതേപോലെ ഇത് എവിടെ നിന്ന് വരും, ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പം ഈ റെഡ് കളറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആരൊക്കെയാണോ അത് ഇതിൽ ഏതാന്ന് നോക്കുക. എന്തൊക്കെയുണ്ട്? ഒരു ലൈൻ ഉണ്ട്, നടുക്കൂടെ ലൈൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷന് ലൈൻ ഇല്ല, സോ ഇത് നമ്മൾ കട്ട് ചെയ്തു. ഇതിനും ലൈൻ ഉണ്ട്. ഈ ലൈൻ എവിടെയാ? ആദ്യത്തെ കുഞ്ഞ് സർക്കിളിൽ മാത്രമേ നിൽക്കാവുള്ളൂ, ഇവിടെ മാത്രമേ നിൽക്കാവുള്ളൂ. അതിന് പുറത്തേക്ക് പോയി ഓപ്ഷൻ ഡി. അതേപോലെ അത് പുറത്തേക്ക് എങ്ങോട്ടും കൂടെ പോയി ഓപ്ഷൻ എയിലും പോയി. നോക്കിക്കേ,
നമുക്ക് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് അല്ലേ എന്ന ഓപ്ഷൻ സി. ഇത് ഇവിടെ ഇങ്ങനെ അടുത്ത ലൈൻ വരുന്നു, ഈ രണ്ട് സൈഡും ജോയിൻ ചെയ്തു, നമുക്കിത് ആ ഒരു പീസ് ഓഫ് വലിയ സർക്കിളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരച്ച് നോക്കാം. പെട്ടെന്നൊന്ന് വരച്ച് നോക്കുക, ആൻസർ ഏതാന്ന് തീരുമാനിക്കുക. ചില ട്രയാങ്കിൾ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് വരുന്നത് നമുക്ക് വരയ്ക്കൊന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും അവിടെ ഷെയ്ഡഡ് പോർഷൻസ് എന്തെങ്കിലും വരിക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്തൊന്ന് നോക്കിയാൽ മതി, നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഒരു ഹെക്സഗൺ ഷേപ്പാണ്, സർക്കിൾസ് ഉണ്ട്, ഇൻഡു ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആൾ തന്നെയായിരിക്കണം എന്താ തിരിഞ്ഞ് താഴത്തേക്ക് വരേണ്ടത്. അപ്പം ഏത് വരുമെന്ന് നോക്കിക്കേ. ഇവിടെ എന്ത് വരണം? ഒരു ലൈൻ വരണം. ഇനി ഇവിടെയാണെങ്കിലോ ഇവിടം വരെ വന്നിട്ട് ഒരു സർക്കിൾ വരണം. ഈ സർക്കിൾ ഇവിടെ വന്ന് മുട്ടണം. ഇവിടെ എന്ത് വരണം? ഒരു റെക്റ്റാങ്കിളും വരണം. അപ്പം ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഏത് ഓപ്ഷനാണ് നമുക്ക് വരിക? ഏത് ഓപ്ഷൻ വരും? ഇത് താഴെയാണ്, ഓപ്ഷൻ എ പറ്റത്തില്ല. ഓപ്ഷൻ ബിയും താഴത്തേക്കാണ് പോകുന്നത്, പറ്റത്തില്ല. ഇത് മുകളിലേക്കാണ്, പക്ഷെ എന്തുണ്ട്, നമുക്കിവിടെ ഇങ്ങനെ ഒരു ലൈൻ വന്ന് താഴെ വരെ മുട്ടുന്നൊന്നുമില്ല, സോ അതും പറ്റത്തില്ല. നോക്കിക്കേ, ലൈൻ പകുതി വരെ വരുന്നുണ്ട്, ഒരു ലൈൻ പോയി സർക്കിളിന്റെ ഉള്ളിലാണ് ആ ലൈൻസ് കണക്ട് ചെയ്യുന്നത്, നേരെ പോയി സ്ക്വയർ ഉണ്ട്, സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് വരും? ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഇത് വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും, തെറ്റിക്കരുത്. ഇതൊന്നും ഒട്ടും മാർക്ക്, ആ 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 4 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട പോർഷനുകളാണ് കേട്ടോ. അടുത്തത് നമുക്ക് വരുന്നത് ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ് കേട്ടോ. ഫിഗർ സീരീസ് കംപ്ലീഷൻ. ഫിഗർ സീരീസ് കംപ്ലീഷൻ നോക്കിക്കേ. ആദ്യം ഒരു റൗണ്ട് തന്നു, പിന്നെ ഒരു ട്രയാങ്കിള്, ഷെയ്ഡഡ് ആയിട്ടുള്ള 2 സർക്കിൾസ് ഉണ്ട്, ഷെയ്ഡഡ് അല്ലാത്ത 2 സർക്കിൾസും കൂടി ഉണ്ട്. ഇതാണ് ആദ്യത്തെ പടം നമുക്കുള്ളത്. ഇനി രണ്ടാമത്തേതിലേക്ക് വന്നപ്പം ഈ ട്രയാങ്കിൾ എന്ത് ചെയ്തു? ഒന്ന് ചാടി. ഏത് ഡയറക്ഷനിൽ പോയി? നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ നമുക്ക് പറയാം? ക്ലോക്ക് വൈസിൽ പോയെന്ന് പറയാം. ഇങ്ങനെ ക്ലോക്ക് വൈസിൽ കറങ്ങി എന്ന് പറയാം. അപ്പം അതെന്തായി? ട്രയാങ്കിൾ മുകളിലായി, സർക്കിൾ വന്നു. ഈ ഷെയ്ഡഡ് പോർഷൻ എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഷെയ്ഡഡ് പോർഷൻ വന്നിട്ടുള്ളത് രണ്ടും ഈ സൈഡിലാണ്. അപ്പം ഷെയ്ഡഡ് പോർഷൻ നീങ്ങുന്നത് ഏത് സൈഡിലേക്കാ? ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ഷെയ്ഡഡ് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ട്രയാങ്കിൾ പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും. ഏതിലാ? ട്രയാങ്കിൾ പോകുന്നത് ക്ലോക്ക് വൈസ്, സർക്കിൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ട്രയാങ്കിൾ അടുത്തതിനകത്തേക്ക് ചാടണം. അടുത്തതിനകത്തേക്ക് ചാടി, അടുത്തത് ചാടി. ഇപ്പം എന്തായി? ഇത് ഇവിടെ വരേണ്ട, അവിടെ ട്രയാങ്കിൾ ഓക്യുപ്പൈ ചെയ്തല്ലോ. അപ്പം എന്ത് ചെയ്തു? സർക്കിൾ ഇപ്പുറത്തേക്ക് ചാടി, അത് ഷെയ്ഡഡ് ആയി മാറി. ഒരെണ്ണം അവിടെ തന്നെ നിന്നു, ബാക്കിയെല്ലാം എന്തായി? ഷെയ്ഡഡ് അല്ലാതെ വന്നു. ഇനി അടുത്തത് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അടുത്ത എന്ത് വരും? ട്രയാങ്കിൾ എന്ത് വരണം? താഴത്തേക്ക് ഒന്ന് ഇറങ്ങണം അല്ലേ? ട്രയാങ്കിൾ ഒന്ന് താഴത്തേക്ക് ഇറങ്ങണം. ട്രയാങ്കിൾ താഴത്തേക്ക് ഇറങ്ങി. ഇനി ഷെയ്ഡഡ് പോർഷൻ എവിടെ പോകണം? തൊട്ട് മുകളിലേക്ക് കയറണം. ഷെയ്ഡഡ് പോർഷൻ നേരെ മുകളിലേക്ക് ഒന്ന് ചാടി. അപ്പൊ ഏത് ആൻസർ വരുന്നത്? ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ട്രയാങ്കിൾ ക്ലോക്ക് വൈസിലും സർക്കിള് ആൻറ്റി ക്ലോക്ക് വൈസിലും ചാടി ചാടിയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു സീരീസിൽ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഫിഗർ സീരീസിൽ തന്നെയാണ്, സെയിം ഫിഗർ സീരീസ് കംപ്ലീഷൻ. നോക്കിക്കേ, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1ഉം 3ഉം ഒരേപോലെ ആണെങ്കിൽ 2ഉം 4ഉം ഒരേപോലെ വരുമെന്നല്ലേ? 1ഉം 3യുടെയും ഉള്ളിലെ ആൾക്കാർ മീൻസ് ട്രയാങ്കിളിന്റെ മാത്രം എടുത്തേ, രണ്ടും സെയിം അല്ലേ? അപ്പൊ നാലാമത്തെ ആൾ എങ്ങനെയായിരിക്കും? എങ്ങനെ വരും? നാലാമത്തെ ആള് താഴത്തോട്ട് വരും. ഇവിടെ തന്നിരിക്കുന്ന, ഇനി ആ സ്റ്റാർ പോലെ തന്നിരിക്കുന്ന എല്ലാം ഡിഫറൻറ്റാ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നടുക്കത്തെ ആൾക്കാരെ മാത്രം എടുത്തു. ഇനി സ്റ്റാറിനെ നോക്കാൻ പോവാം. ആദ്യം നമുക്ക് ഇത് എവിടെയായിരുന്നു? ഈ ഒരു എ പൊസിഷനിലായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ബി, ഇവിടെ സി. എന്താ? ഹാഫ് സ്റ്റെപ്പ് ചാടുക നമ്മൾ പറയും അല്ലേ? ഹാഫ് സ്റ്റെപ്പ് ചാടി ചാടി പോവുക.
അപ്പൊ ദേ ഇത് ഹാഫ് സ്റ്റെപ്പ് ചാടി, ഇനി സിയിലേക്ക് ചാടി അല്ല, ഇവിടെ നിന്ന് ഹാഫ് സ്റ്റെപ്പ് ചാടി. ഇനി എങ്ങോട്ടാണ് ചാടണ്ടേ? ഇത് സി ആണെങ്കിൽ ഇത് ഡി, ഇത് ഇ എന്നാണ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഹാഫ് സ്റ്റെപ്പ് ചാടുമ്പോൾ എവിടെ വരണം? ഇവിടെ വരണം. അപ്പൊ ഏത് ഓപ്ഷനാ വരുന്നേ? ഏത് ഓപ്ഷനാ വരണേ? നമുക്ക് ബിയും ഡിയും ആണ് നിങ്ങൾക്ക് ഒരേപോലെ തോന്നുന്നെങ്കിൽ എന്താ, ട്രയാങ്കിൾ എങ്ങനെ വരണം? തിരിഞ്ഞു വരണം. ഇത് രണ്ടും ഒരേപോലത്തെ ഉള്ളിലെ ട്രയാങ്കിളും ഇത് രണ്ടും ഒരേപോലെ വരണ്ടേ? 1ഉം 3ഉം ഒരേപോലെയും 2ഉം 4ഉം ഒരേപോലെയും വരണം അല്ലെ ട്രയാങ്കിൾ ഉള്ളിലെ. അപ്പൊ ഏത് ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി. എല്ലാവരും ഫിഗർ സീരീസ് കംപ്ലീഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഹാഫ് സ്റ്റെപ്പ്, എന്താണ് 1 സ്റ്റെപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ നിന്ന് ഇപ്പൊ എ ടു സി മൂവ് ചെയ്യുവാണെങ്കിൽ എന്താ പറയാ നോക്കിയേ, എയിൽ നിന്ന് ഇതാണ് എ, ഇത് ബി, ഇത് സി. എ ടു ബി മൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ ഹാഫ് സ്റ്റെപ്പ് എന്നേ പറയുള്ളൂ, അര സ്റ്റെപ്പേ നീങ്ങിയുള്ളൂ എന്ന് പറയും കേട്ടോ, എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ. ഇനി എയിൽ നിന്ന് ഡയറക്റ്റ് സിയിലേക്കാണ് ചാടുന്നെങ്കിൽ നമ്മൾ പറയും ആ പടം 1 സ്റ്റെപ്പ് ചാടി എന്ന് പറയും, 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു എന്ന് പറയും കേട്ടോ, 1 സ്റ്റെപ്പ് ചാടി എന്ന് പറയും. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് വേണം ഇങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും മറന്നു പോകരുത്, അതും ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പൊ എല്ലാവരും മെന്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ ഇപ്പം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ 30 ഡേ നവോദയയുടെ 30 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എല്ലാ ക്വസ്റ്റ്യനുകളും, ഇപ്പൊ മെന്റൽ എബിലിറ്റിയുടെ ആയാലും മാത്സിന്റെ ആയാലും, ഇപ്പൊ മെന്റൽ എബിലിറ്റിയുടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു, ഇനി അടുത്തത് മാത്സിന്റെ ഇതേപോലെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഇത് ഇതേപോലെയാണ്. മെന്റൽ എബിലിറ്റിയുടെ ആയാൽ തന്നെ ഓഡ് മാൻ ഔട്ടിൽ ഇവിടെ ലൈൻസ് ആണ് നോക്കിയിരിക്കുന്നത്, ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസ് ഒക്കെയാണ് നോക്കിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് എന്താ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നടക്കത്തുള്ളൂ. അതിന് കുറേ മോക്ക് എക്സാമുകളൊക്കെ എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് മോക്ക് എക്സാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും. നമ്മുടെ സിലബസ് മൊത്തം കവർ ചെയ്യും. നിങ്ങളുടെ എക്സാമിന് മുമ്പ് നിങ്ങളുടെ സിലബസ് വേണ്ട ക്രിസ്പി ആയിട്ടുള്ള എല്ലാ സിലബസുകളും നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്, വീക്കിലി അസസ്മെന്റ് ഉണ്ട്, മോക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ എഴുതി നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് നവോദയയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നല്ല റാങ്കിൽ കയറാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.